ശിവഗിരിയിൽ മഞ്ഞക്കിളികളുടെ വരവായി. ആ വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളും ശിവഗിരിയിലെ വാർത്തയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നിരിക്കുന്നു. മലയാള മനോരമ പ്രാദേശികം പേജിൽ സചിത്രമായി ആ വാർത്ത തരുന്നത് ഇങ്ങനെ: ശിവഗിരി ഇനി 3 നാൾ മഞ്ഞപ്പട്ടണിഞ്ഞ് നിൽക്കും. ശിവഗിരിയിലേക്കുള്ള മഞ്ഞക്കിളികളുടെ പ്രവാഹം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മഞ്ഞപ്പട്ടണിഞ്ഞ വർക്കലയിലെ വീതികൾ ഇനി 3 നാൾ ശിവഗിരി തീർത്ഥാടകരെ വരവേൽക്കും. ശ്രീനാരായണ ജപങ്ങളാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഗുരുദേവ കൽപ്പനകൾ നെഞ്ചേറ്റി രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളാൽ സമ്പന്നമായ തീർത്ഥാടന മഹാസമ്മേളനങ്ങൾ അവിടെ നടക്കാൻ പോകുന്നു. അതേ സംബന്ധിച്ച ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ വാർത്ത വലിയ ചിത്രങ്ങളടക്കം ഇന്ന് എല്ലാ പത്രങ്ങളും തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മലയാള മനോരമ എന്ന പത്രമാണ്. ശിവഗിരിയിൽ ഇന്ന് ധർമ്മപതാക ഉദ്ധാരണം, അതനുസരിച്ചുള്ള മുഴുവൻ പരിപാടികളും ആ വാർത്തയ്ക്ക് ഉള്ളിൽ ഒരു പെട്ടി വാർത്തയിലാക്കി ഇന്ന് മനോരമ തരുന്നു. ആറന്മുളയിലെ വിവാദ ഭൂമിയുടെ പോക്കുവരവ് ആരാണ് നടത്തിക്കൊടുത്തത് എന്നതിനെ സംബന്ധിച്ച വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളും നമുക്ക് തരുന്നുണ്ട്. സിറാജ് എന്ന പത്രം അത് 1-ാം പേജിൽ പ്രാധാന്യത്തോടെ തരുന്നത് കാണുക. ആറന്മുള ഭൂമി പോക്കുവരവ് ചെയ്തത് UDF സർക്കാരാണ് എന്നാണ് പറയുന്നത്. എല്ലാ പത്രവും അത് സ്ഥാപിച്ചിട്ടുമുണ്ട്. ആറന്മുള വിമാനത്താവള പദ്ധതി ഭൂമി പോക്കുവരവ് ചെയ്തത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ വാദം തകർക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. ഭൂമി പോക്കുവരവ് ചെയ്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. രേഖകൾ പ്രകാരം 2012 ഫെബ്രുവരി 17-നും 2012 നവംബർ 29-നും ഇടയിലാണ് ഭൂമിയുടെ പോക്കുവരവ് നടന്നിരിക്കുന്നത് എന്ന് ഈ വാർത്ത പറയുന്നു. വിഷയത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ രംഗത്തെത്തി. സർക്കാർ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുകയാണ് എന്നും പുനഃപരിശോധന നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യവും ഈ വാർത്തയിൽ സിറാജ് ഇന്ന് നമുക്ക് തരുന്നു. KPCC ഒരു സർവേ നടത്തി. 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആരാണ് ജയിച്ച് കയറാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് KPCC നടത്തിയ സർവേയുടെ ഫലമാണ് ജനയുഗം ഇന്ന് ലീഡ് വാർത്തയാക്കി തരുന്നത്. KPCC തെരഞ്ഞെടുപ്പ് സർവേ UDFന് തിരിച്ചടി. രമേശ് ചെന്നിത്തല നിയോഗിച്ച സർവേയുടെ ഫലം വന്നിരിക്കുന്നു. ആ ഫലത്തിൽ അവർ പ്രവചിക്കുന്നത് വലിയ തിരിച്ചടിക്ക് UDF വിധേയമാകുമെന്നാണ്. സമസ്ത മേഖലയിലും ഭരണവിരുദ്ധ വികാരം, പല നേതാക്കളും പരാജയപ്പെടും എന്നാണ് മനോജ് മാധവൻ ജനയുഗത്തിൻ്റെ ലീഡ് വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്. എല്ലാ പത്രങ്ങളും ഈ വാർത്ത തന്നിട്ടുമുണ്ട്. വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDFനും കോൺഗ്രസിനും വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി KPCCയുടെ സർവേ ഫലം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരമാണ് സമസ്ത മേഖലയിലും ശക്തമായി ഉള്ളത് എന്നാണ് സർവേയിൽ പറയുന്നത്. വലിയ വലിയ നേതാക്കൾ വലിയ വലിയ മാർജിനിൽ പൊട്ടിപ്പാളീസാകും എന്നാണ് സർവേ ഫലം പറഞ്ഞിരിക്കുന്നത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. നദികളിൽ നിന്ന് മണലെടുക്കുന്നത് കൊണ്ടാണ് നദികൾ വറ്റി വരണ്ടു പോകുന്നത് എന്ന നിലയ്ക്ക് ശക്തമായ ഒരു അഭിപ്രായം നിൽക്കുമ്പോൾ ഇന്ന് മാതൃഭൂമിയുടെ എഡിറ്റ് പേജ് കാണുക. നദികളും മണലും തമ്മിലുള്ള ബന്ധവുമായി സമന്വയിപ്പിച്ച് ആനന്ദ് എന്ന എഴുത്തുകാരൻ, കഥാകൃത്ത് ഒരു മനോഹരമായ ലേഖനം എഴുതിയിരിക്കുന്നു. നദികളിൽ നിന്ന് മണലെടുക്കുക എന്നത് കുറ്റകരമാണോ? ഭാരതപ്പുഴയെ മുൻനിർത്തി പ്രമുഖ നോവലിസ്റ്റും ചിന്തകനുമായ ആനന്ദിൻ്റെ ആലോചനയാണ് നദികളും മണലും. മനുഷ്യജീവിതം എന്ന പോലെ വിശാലമായ പ്രകൃതിയും വൈവിധ്യങ്ങളുടെ കലവറയാണ്. സ്ഥലവും വസ്തുതകളെയും സംഭവങ്ങളെയും മനസ്സിലാക്കുക. ശാസ്ത്രീയവും യുക്തിയുക്തവുമായ വിശകലനം അതിനെ പിന്തുടരണം. പോരായ്മകൾ പിന്നെയും വന്നേക്കാം, പക്ഷേ അതാണ് ആരോഗ്യകരമായ ഒരു രീതി. ആ രീതി അനുസരിച്ച് നോക്കുമ്പോൾ നദികളിൽ നിന്ന് മണലെടുക്കുക എന്ന് കേൾക്കുമ്പോൾ ഒരു പാതകം പോലെ നാം ഞെട്ടേണ്ടതില്ല എന്നാണ് ആനന്ദ് പറയുന്നത്. ഒരു തുറന്ന സമീപനത്തിൻ്റെ അഭാവത്തിൽ മോഷണമാണ് നടക്കുന്നത്. അതാകട്ടെ അരുതാത്ത ഇടങ്ങളിൽ നിന്നായിരിക്കും അധികവും നടക്കുക. നദികളിൽ നിന്ന് മണലെടുക്കാം, മണലെടുക്കുന്നതിൻ്റെ വിജ്ഞാനീയമെന്ത് എന്ന് പഠിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത് എന്ന് ആനന്ദ് ഈ ലേഖനത്തിലൂടെ നമ്മോട് പറയുമ്പോൾ അക്കാര്യത്തിൽ പുതിയ ഒരു നിലപാട് തറയാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത്. ഫാഷിസത്തിൻ്റെ വരും നാളുകളിൽ എങ്ങനെയാണ് ഒരാളുടെ ശവശരീരം തന്നെ ഖബറിലേക്ക് സഞ്ചരിക്കുക എന്നതിനെ മുൻനിർത്തി ഒരു വിചാരം TN ജോയ് മാധ്യമം എന്ന പത്രത്തിൽ ഇന്ന് നടത്തിയിരിക്കുന്നു. കൊടുങ്ങല്ലൂരിലെ പ്രധാനപ്പെട്ട സംഘ
സംഘ രീതികളിൽ അദ്ദേഹം വഹിക്കുന്ന പങ്ക് മലയാളികൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യുക എന്ന ശീർഷകത്തിലാണ് മാധ്യമം TN ജോയിയുടെ ഒരു വിശദമായ കത്ത് പ്രസ്തം ചെയ്തിരിക്കുന്നത്. TN ജോയിയുടെ ചിത്രവും മാധ്യമം ഈ ലേഖനത്തിനൊപ്പം തന്നിരിക്കുന്നു. ഫാഷിസത്തിനെതിരെ തെരുവും ഖബർസ്ഥാനവും ഒരുപോലെ ജൈവിക പ്രതിരോധങ്ങളുടെ ഭൂമികയാക്കാമെന്ന തീർച്ചയാണ് TN ജോയിയുടെ ഈ അഭ്യർത്ഥന. മതേതര പ്രസ്ഥാനങ്ങളുടെയും മതപ്രസ്ഥാനങ്ങളുടെയും ഫാഷിസ്റ്റ് വിരുദ്ധ നിലപാടുകളെ കൂടി ഇത് പ്രശ്നവൽക്കരിക്കുന്നു. ആത്മീയവും രാഷ്ട്രീയവുമായി ഫാഷിസത്തിൻ്റെ വേരറുക്കാനുള്ള അന്വേഷണങ്ങളെ ത്വരിപ്പിക്കുന്നതിന് പ്രസ്താവന പൂർണ്ണമായും ഞങ്ങൾ പ്രസ്തം ചെയ്യുന്നു എന്ന ഒരു ആമുഖത്തോടെയാണ് മാധ്യമം അത് ചെയ്തിരിക്കുന്നത്. എന്നെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യുക. ജീവിതത്തിലുടനീളം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്ന മുസ്ലിങ്ങളുടെ ഏതെങ്കിലും പള്ളിയുടെ വളപ്പിൽ എന്നെ സംസ്കരിക്കണമെന്ന് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ആവശ്യപ്പെടുകയാണ് ഞാൻ. എന്നെ രൂപപ്പെടുത്തുന്നതിൽ അനൽപമായ പങ്കുവഹിച്ച ചെയർമാൻ പള്ളിയിൽ തന്നെയാവണം അത് എന്നും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് TN ജോയി എഴുതുമ്പോൾ കൃത്യമായും ഫാസിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന കാലഘട്ടങ്ങളിൽ പാതകങ്ങളുടെ കാലഘട്ടങ്ങൾ വരാനിരിക്കുന്നു എന്ന് സ്വന്തം മനസ്സും എന്തിന് സ്വന്തം ശരീരവും മുൻനിർത്തി അദ്ദേഹം നമ്മോട് അഭ്യർത്ഥിക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദം. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ആദ്യമായാണ് ഇന്ത്യയിൽ ഇത്തരമൊരു കാഴ്ച. നിയുക്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും തീവണ്ടിയിൽ യാത്ര ചെയ്ത് സത്യപ്രതിജ്ഞാ ചടങ്ങ് വേദിയിലേക്ക് എത്തുന്നു. പോലീസുകാരുടെ സുരക്ഷയില്ലാതെ അവർ സത്യപ്രതിജ്ഞ ചെയ്ത് മടങ്ങുന്നു. ആ സാഹചര്യം എന്തായാലും ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉണ്ടായി. ഇനി നമുക്ക് ഈ കാർട്ടൂൺ ഒന്ന് കാണാം. കേജ്രിവാൾ ഉയർത്തിപ്പിടിക്കുന്നത് ഒരു പുതിയ പീഠമാണ്. ഉയരങ്ങളിൽ ഇരിക്കുന്നത് ആം ആദ്മി അഥവാ സാധാരണക്കാരൻ എന്ന് കേശവിൻ്റെ കാർട്ടൂൺ ഹിന്ദുവിലൂടെ ഇന്ന് നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ചില ഓർമ്മകൾ മരിക്കാൻ നാം അനുവദിക്കാറില്ല. ദില്ലി പെൺകുട്ടി വധിക്കപ്പെട്ടിട്ട് 1 വർഷം കടന്നു പോകുന്നു. ഈ ചിത്രം ഒന്ന് കാണാം. ഇത് ദില്ലിയിലെ ജന്തർ മന്ദിറാണ്. ജ്യോതി സിംഗിൻ്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ മെഴുതിരി തെളിയിച്ച് അതനുസ്മരിക്കുന്ന സ്ത്രീകളുടെ ചിത്രം മാധ്യമം ഉചിത ഭംഗിയോടെ ഇന്ന് 1ാം പേജിൽ 1ാമത്തെ ചിത്രമായി തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ.